ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനും മമ്മിയും കൂടി ഇന്നലെ മില്ലിക്ക് നെല്ല് കുത്താൻ പോയിരുന്നു. അപ്പോൾ അതെടുക്കാൻ പോയേക്കിന് മമ്മ അവിടെ ഒരു തൊടീനെ കണ്ടിരുന്നു, കാട്ടുചേന. അത് മമ്മ അതിൻ്റെ തണ്ട് കൊണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മമ്മ അതിൻ്റെ തണ്ട് പറിക്കണതാണ് ഈ കാണുന്നത്. ഇനി മമ്മ അതുകൊണ്ട് എങ്ങനെ കറി വെക്കണത് എന്ന് പറഞ്ഞു തരും. മമ്മ അതെങ്ങനെയാണ് കറി വെക്കണത്? അത് തോല് കളഞ്ഞിട്ട് ചീന്തി കളഞ്ഞിട്ട് ചക്കക്കുരു നന്നാക്കി ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടിയും കൂട്ടിയിട്ട് കറി വെക്കുക. ചേനത്തണ്ട് മുഴുവൻ ഞാൻ ഒന്നുകൂടി ചീന്തി നന്നാക്കി എടുക്കട്ടെ. ചക്കക്കുരു ഉണ്ട് ഞാനവിടെ നന്നാക്കി വെച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് കൊണ്ടെടുക്കും. ഇങ്ങോട്ട് അത് രണ്ടും കൂടി കഴുകിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം. കുക്കറിൽ വെച്ചാൽ മതിയോ? കുക്കറിൽ തന്നെ വെക്കുക, എന്നാലേ വേകുള്ളൂ. ചേനത്തണ്ടും ചക്കക്കുരുവൊക്കെ നന്നാക്കിക്കുന്നു. അത് ഞാൻ ഒന്ന് കുക്കറിൽ കഴുകി വെച്ചിട്ടുണ്ട്, കുക്കറിലാക്കി കൊടുക്കട്ടെ. ഇങ്ങനെ നിറഞ്ഞാൽ പാത്രം നിറഞ്ഞാൽ പുറത്തേക്ക് പോകുമെന്നും ചിജൂലല്ലോ. തിളച്ചിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല, അതിൻ്റെ മസാലയൊക്കെ പോകുള്ളൂ. അത് പുറത്തേക്കൊന്നും പോകില്ല. അതിനൊക്കെ ഉള്ള ഐഡിയ എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ എന്തൊക്കെ മസാലപ്പൊടി അപ്പം അതിലിട്ടത്? അതിലിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ആ 3 പൊടി ഇട്ടിക്കണു, ഉപ്പ് ഇട്ടിക്കണു. പച്ചമുളക് നുറുക്കിയിട്ടിടണ്ടേ? പച്ചമുളകും 2 നുറുക്കിയിട്ടിടണം. ആ 2 പച്ചമുളക് അതിലാണ് നുറുക്കിയിട്ടിട്ട് 1 കപ്പ് വെള്ളവും പാർന്നിക്കണം. ഇങ്ങനെയാണ് വെച്ചെങ്കിൽ അത് അടച്ച് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ കാട്ടിത്തരാം. ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ അങ്ങനെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ എന്ത് സാധനം നിറച്ച് വെച്ചാലും വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് പോകില്ല. ഇനി ചോറാണെങ്കിലും കറിയാണെങ്കിലും എന്ത് ഇറച്ചിയാണെങ്കിലും നമ്മൾ ഫുള്ള് വെച്ചിട്ട് മേലെ അങ്ങനെ എണ്ണ ഒന്ന് പുരട്ടി കൊടുത്താൽ പോകൂല. ഇനി അതിക്ക് തേങ്ങ അരക്കാൻ തേങ്ങ വറുക്കാണ്. തേങ്ങ വറുക്കണം, തേങ്ങ വറുത്തിട്ട് അരക്കണം, എന്നാലേ ഉള്ളൂ. എന്തൊക്കെ ഇട്ട് ഇപ്പോൾ തേങ്ങ വറുക്കണില്? അതിൽ ചെറിയ ഉള്ളി ഇട്ടു, 2 വെളുത്തുള്ളി ഇട്ടു, പിന്നെ 2 മണി വലിയ ജീരകം ഇട്ടു, നുള്ളു മഞ്ഞപ്പൊടി ഇടണം അതിലേക്ക്. എന്നിട്ട് നല്ലോണം മുരിന്നനെ വറക്കണം. നല്ല മൂപ്പായിട്ടുള്ളൂ മാങ്ങാൻ പറ്റുക. ഇപ്പോൾ ഏകദേശം വറവായി വന്നിക്കണു, മൂത്തിക്കണു. ഇനി അത് മാങ്ങി മിക്സിയിലിട്ടിട്ടൊന്ന് അരക്കണം. അരക്കുമ്പോഴേക്കിന് അതിൽ ലേശം പുളി കൂട്ടണം. പാത്രത്തിലിട്ടോളം തേങ്ങ ചൂടാറിയിട്ടേ മിക്സിയിലിടാൻ പറ്റുള്ളൂ. കുക്കർ തുറക്ക്, ഞാൻ അത് വെന്തിക്കണോ നോക്കട്ടെ. ലേശം പുളിങ്ങി അതിൽ തിരുമ്പി പിഴിഞ്ഞ് പാരട്ടെ. അത് തുറന്ന് വെക്ക്. ഇപ്പം നല്ല വെന്തിക്കണോ? അപ്പം നല്ല വെന്തിക്കണു. ഞാൻ പുളിയുണ്ട് എടുക്കുക, പുളി അതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കണം. ഇതെന്തിനാ ഇങ്ങനെ കുത്തി കൊടുക്കണേ? അങ്ങനെ കുത്തി കൊടുത്താലുള്ളൂ അത് വേഗം. അത് നല്ലോണം മൂത്ത കാട്ടി തന്നെയാണ്, വേകണമെങ്കിൽ പണിയാണ്. അത് നല്ല ഒന്നുകൊണ്ട് വരുതാന്നുള്ളൂ. ഓരോ കഷ്ണമൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. നിങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കും അതിങ്ങനെ? ഞങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കണത് തന്നെയാണ് അത്. എല്ലാ കൊല്ലത്തിലും വെക്കുക, കാട്ടി തന്നെ മുളക്കുന്ന സമയത്ത്. ഇത് വിരിയണീൻ്റെ മുന്നേ ഇത് എടുക്കുക അല്ലേ? വിരിയണീൻ്റെ മുന്നേ എടുക്കണം. വിരിഞ്ഞാലും ഓരോ കഷ്ണം ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ കഷ്ണമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ തണ്ട് വണ്ണം ഉണ്ടാവില്ലല്ലോ, ചെറുതല്ലേ കരപ്പോൾ? വലിയ ഇതാണെങ്കിൽ തണ്ട് വണ്ണം ഉണ്ടാവും. ചെറിയതാണെന്ന് വെച്ചെങ്കിൽ ചെറിയ കഴിയുമ്പോഴുള്ളെങ്കിൽ ചെറിയ തണ്ടയിക്കാരം. അപ്പം ഞാൻ അതിലേക്ക് പാർന്നിട്ടോ. ഇനി പുളി പാർന്നത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് അത് നല്ലോണം തിളച്ച് വെന്തിട്ടാണ് അതിലേക്ക് തേങ്ങ പാരുക. ഇപ്പം ഉണ്ടോ നോക്കി ഞങ്ങൾ? ഇപ്പം കണ്ട് ഞാനൊന്ന് വെച്ച് നോക്കുകയൊക്കെ ചെയ്തു. അപ്പം ഉണ്ട്. ഇനി തേങ്ങയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തരി ഇടാം. അടുപ്പത്തേക്ക് വെക്ക്. ഞാൻ തേങ്ങ അരച്ച് എടുത്തുകൊണ്ടിട്ടോ. നല്ലോണം ഒന്ന് പുളി തിളക്കട്ടെ. എന്നിട്ട് അത് തിളച്ചിട്ട് തേങ്ങ പാരാൻ പറ്റുള്ളൂ. ആ പുളിയൊന്നും വെന്തിട്ട്. തേങ്ങ ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചേക്കണു. ഞങ്ങളെ എടുത്തോടുന്നോളി എന്നാൽ പോയിട്ട്. തേങ്ങയൊക്കെ നല്ലോണം അരിഞ്ഞിക്കണു. ഞാൻ ഇനി ചാറ് തിളച്ചിക്കണമെങ്കിൽ അത് അതിലേക്ക് പാരുകയാണ്. അത് നല്ലോണം തിളച്ചിക്കണില്ലേ, അത് ഇനി അതിലേക്കാൾ പാരട്ടെ. അത് പാർന്നിട്ടും വേണം ഒന്ന് തിളക്കുക. തേങ്ങ പാർന്നിട്ടും ഒന്ന് തിളക്കണം. എന്നിട്ട് കടുക് ഇറക്കുക ചെയ്യുക, തൂമിക്കുക ചെയ്യുക? അത് തൂമിക്കുക. ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നാൽ തേങ്ങ പാർന്നോളി.
ഇനിക്കപ്പം ഞാൻ അതിലേക്ക് പാർന്നു. ഇനി അതൊന്നാണ് തിളച്ചോട്ടെ. ഒന്നാണ് തിളച്ചിട്ട് ഒന്നതിൻ്റെ ചുയ മാറുവോളം ഒരു തിളക്കുക. ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് ഒന്നാണ്ട് തൂമിച്ച് പാർന്നാൽ മതി. ആ ചീനച്ചട്ടീൻ്റെ എടുക്കാം. ഞാനിനി അത് ഒന്ന് മൂപ്പിച്ച് പാരട്ടെ അതിലേക്ക് ആ ഉള്ളി. എന്നിട്ടൊന്ന് തൂമിച്ച് പാർന്നിട്ട് ഇളക്കി മാങ്ങി വെച്ചാൽ മതി. ആ ഉള്ളി അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അത് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്കാണ് പാരുക. 2 വേപ്പിൻ്റെ ഇല എടുത്തോ. കാട്ടിയനെയൊക്കെ തിന്നണം മക്കൾ. ഈ ആദ്യ കാലത്ത് കർക്കിടക മാസം കാലത്താണ് കാട്ടിയനെ തവരയൊക്കെ വെച്ച് തിന്നുക. അതൊക്കെ വെച്ച് തിന്നണ മാസമാണ് ഈ മാസം. അത് വെച്ച് തിന്നാൽ തടിക്കും നല്ലതാണ്. ആരോഗ്യമുള്ള സാധനങ്ങളാണ് അതൊക്കെ. പഴയ കാലത്ത് ഉള്ള തന്തിയും തള്ളിയൊക്കെ വെച്ചുണ്ടാക്കി തിന്നിരുന്നതാണത്. അതിൻ്റെ രസം ഏതും കിട്ടൂല. അതൊക്കെ വെച്ച് തിന്നൂല. ഇപ്പം ഉള്ളവരാരും അതൊന്നും തിന്നൂല. ഇപ്പം ഉള്ളവർക്ക് അതൊന്നും പറ്റൂല. അവർക്ക് ഇറച്ചി മീനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. കാട്ടേനത്തണ്ടും ചക്കക്കുരും കൂടി വെച്ച ചാറ്. ഇപ്പം ഉമ്മമ്മ അതായിക്ക് തൂമിച്ച് പാരും ചെയ്തിട്ടുണ്ട്. അപ്പം ഉമ്മമ്മ തന്നെ ഇത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉമ്മമ്മ എപ്പോഴും കൂട്ടണത് തന്നെ എത്ര. അപ്പം ഞങ്ങളും കൂട്ടി നോക്കി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ കാട്ടേനയുടെ തണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കൊണ്ടിട്ടു. നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ തേങ്ങയൊക്കെ വറുത്തരച്ചപ്പോൾ അത് വേറൊരു ടേസ്റ്റായിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ ചോറിനൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.